ദൈവകൃപയാലും തിരുസിംഹാസനത്തിൻ്റെ അംഗീകാരത്താലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായോടും സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനർദോസിനോടുമുള്ള കൂട്ടായ്മയിലും സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് ഭദ്രാസന അധ്യക്ഷൻ ആബൂൻ തോമസ് മാർ അന്തോണിയോസ് OIC മെത്രാപ്പൊലീത്തായിൽ നിന്നും ഭദ്രാസനത്തിൻ്റെ അജപാലന പരിധിയിലുള്ള എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും വിശ്വാസികളേവർക്കും വാഴ്വ്. ആരാധനാക്രമ വർഷത്തിലെ വലിയ നോമ്പ് ആചരണം. കർത്താവിൽ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, സമർപ്പിതരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ. നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. യോയേൽ 2:12-13. സഭ വീണ്ടും വലിയ നോമ്പിൻ്റെ സൗമോ റാബു പുണ്യദിനങ്ങളിലാണല്ലോ. ഒരു സ്വകാര്യ ആത്മീയത പിന്തുടരുന്ന വ്യക്തികളായല്ല നോമ്പ് ആചരിക്കേണ്ടത്. മറിച്ച് നമുക്ക് കൈമാറിക്കിട്ടിയ അപ്പസ്തോലിക പാരമ്പര്യത്തോടുള്ള വിശ്വസ്തതയിൽ നാം ക്രിസ്തുവിൽ ഏക ശരീരമായിട്ടാണ് നോമ്പ് ആചരിക്കുന്നത്. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ രക്ഷാകര പെസഹ രഹസ്യത്തിനുള്ള ഒരുക്കമായി സഭ ഉപവസിച്ചിരുന്നു. തുടക്കത്തിൽ ഉപവാസത്തിൻ്റെ കൃത്യമായ ദൈർഘ്യം ഒരേപോലെ നിശ്ചയിച്ചിരുന്നില്ലെങ്കിലും അതിൻ്റെ ആവശ്യകത ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. പിൽക്കാല കാനോനിക രൂപീകരണത്തിന് മുമ്പ് തന്നെ പെസഹായ്ക്ക് മുമ്പുള്ള ഉപവാസം സഭയുടെ ജീവിക്കുന്ന പാരമ്പര്യമായിരുന്നു. നമ്മുടെ സീറോ മലങ്കര ആരാധനക്രമ ചൈതന്യത്തിൽ പുരോഹിതൻ നോമ്പ് കാലത്ത് വിശ്വാസികളെ പൊതുവായ പ്രാർത്ഥനയ്ക്കായി വിളിച്ചുകൂട്ടുമ്പോഴെല്ലാം ഈ അപ്പസ്തോലിക പാരമ്പര്യം അനുഭവപ്പെടുന്നു. ഉപവാസം ദൈവമുമ്പാകെ സഭ മുഴുവനും സ്വീകരിക്കുന്ന അനുസരണത്തിൻ്റെ ഒരു കൂട്ടായ പ്രവൃത്തിയാണെന്ന് വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യത്തിൽ ഉള്ള പങ്കാളിത്തമാണ് വലിയ നോമ്പിൻ്റെ കാതൽ. 40 ദിവസങ്ങൾ പ്രതീകാത്മകമായ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ കർത്താവ് അനുഷ്ഠിച്ച ഉപവാസത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും ഒരു യഥാർത്ഥ അനുരൂപമാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. മത്തായി 4:1-2, ലൂക്ക് 4:1-2. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ് പഠിപ്പിക്കുന്നു, നാം അനുഷ്ഠിക്കുന്ന 40 ദിവസത്തെ വിശുദ്ധ ഉപവാസം സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു പ്രതീകവും കർത്താവിൻ്റെ ഉപവാസത്തിലുള്ള പങ്കുചേരലുമാണ്. ഫെസ്റ്റൽ ലെറ്റർ 1. നമ്മുടെ നോമ്പുകാല ഗീതങ്ങൾ ഈ വിശ്വാസത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. മരുഭൂമിയിലെ തൻ്റെ ഉപവാസത്താൽ ക്രിസ്തു നമ്മുടെ ഉപവാസത്തെ വിശുദ്ധീകരിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നു. മോശയുടെ സീനായി ഉപവാസത്തെയും ഏലിയായുടെ ഉപവാസത്തിൻ്റെ ശക്തിയോടെയുള്ള ഹോറേബിലേക്കുള്ള യാത്രയെയും ഇത് സൂചിപ്പിക്കുന്നു. അതേസമയം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ വേരൂന്നിയ മാമോദിസായിൽ അധിഷ്ഠിതമായ നോമ്പിൻ്റെ ആദിമ ദർശനത്തെ സഭ സംരക്ഷിക്കുന്നു. മാമോദിസായിലൂടെ നാം ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും രഹസ്യാത്മകമായി ഐക്യപ്പെടുന്നുവെന്ന് അപ്പസ്തോലനായ പൗലോസ് പഠിപ്പിക്കുന്നു. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു.
ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. റോമാലേഖനം 6:3-4, കൊലോഷ്യൻസ് 2:12. മാമോദിസാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജെറുസലേമിലെ വിശുദ്ധ സിറിൽ വിശദീകരിക്കുന്നു: വിശുദ്ധ ജലത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾ നയിക്കപ്പെടുന്നു. 40 ദിവസങ്ങൾ മാനസാന്തരത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. കാറ്റഗറ്റിക്കൽ പ്രഭാഷണങ്ങൾ 1:5. കർത്താവ് അരുളി ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവീൻ. യോയേൽ 2:12. അങ്ങനെ നോമ്പുകാലം ശുദ്ധീകരണത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദൈവവുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കലിൻ്റെയും ഒരു ആരാധനയാത്രയായി ഭവിക്കുന്നു. ഇത് വിശ്വാസികളെ ക്രിസ്തുവിനൊപ്പം മരണത്തിലൂടെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. പൗരസ്ത്യ സുറിയാനി മലങ്കര പാരമ്പര്യങ്ങളിൽ വലിയ നോമ്പിൻ്റെ പ്രബലമായ ആത്മീയ ചൈതന്യം മാനസാന്തരമാണ്. ഇത് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ മാനസാന്തരമായി മനസ്സിലാക്കപ്പെടുന്നു. സുവിശേഷ ആഹ്വാനം നിറവേറ്റുന്നതിന് ബാഹ്യവർജനം മാത്രം സഹായിക്കില്ല. യഥാർത്ഥ ഉപവാസം തിന്മയിൽ നിന്നുള്ള അകൽച്ച, നാവിൻ്റെ സംയമനം, കോപത്തിൽ നിന്നുള്ള വർജനം, ആഗ്രഹങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ എന്നിവയാണ് എന്ന് മഹാനായ വിശുദ്ധ ബെസേലിയോസ് പഠിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വ്യക്തമായി പറയുന്നു: നമ്മുടെ വായ അപമാനകരമായ സംസാരത്തിൽ നിന്ന് ഉപവസിക്കട്ടെ. പക്ഷികളും മത്സ്യങ്ങളെയും ഒഴിവാക്കി നമ്മുടെ സഹോദരന്മാരെ കടിച്ചു തിന്നാൽ എന്ത് പ്രയോജനം? ഹോമിലി ഓൺ ദ സ്റ്റാറ്റ്യൂട്ട്സ് 3:50. പിതാക്കന്മാരുടെ ഈ ജ്ഞാനം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രവാചക ആഹ്വാനത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? യെശയ്യാ 58:6. ദൈവം ആഗ്രഹിക്കുന്നത് വെറും ആചാരപരമായ അനുഷ്ഠാനമല്ല, മറിച്ച് രൂപാന്തരപ്പെട്ട ഒരു ഹൃദയമാണ്. ഒരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. സങ്കീർത്തനങ്ങൾ 51:17. നമ്മുടെ നോമ്പുകാല പ്രാർത്ഥനകളിൽ സെതറായിൽ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും വിശുദ്ധ പിതാക്കന്മാരുടെ ദർശനവും ഇഴചേർന്നിരിക്കുന്നു. ആന്തരിക പരിവർത്തനമില്ലാതെയുള്ള ഉപവാസം ആത്മീയമായി വന്ധ്യമാണെന്ന് സ്ഥിരീകരിക്കുന്നു. ശാരീരിക നിയന്ത്രണത്തിന് പുറമെ പശ്ചാത്താപമുള്ള ഹൃദയങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട ചിന്തകളും വിശ്വാസികൾക്കിടയിൽ അനുരഞ്ജനവും സഭ അഭ്യർത്ഥിക്കുന്നു. ഈ അനുതാപ യാത്രയിൽ നമ്മുടെ പാരമ്പര്യം ഉപവാസം, പ്രാർത്ഥന, കാരുണ്യ പ്രവൃത്തികൾ എന്നിവയെ അഭേദ്യമായി ബന്ധിപ്പിക്കുന്നു. ഇവ പരസ്പര ബന്ധത്തിൽ നാം അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അവയുടെ അർത്ഥം നഷ്ടപ്പെടുമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ ഈ ഐക്യത്തെ സംക്ഷിപ്തമായി സംഗ്രഹിക്കുന്നു: ഉപവാസം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, പ്രാർത്ഥന അതിനെ ഉയർത്തുന്നു, ദാനധർമ്മം അതിനെ വീണ്ടെടുക്കുന്നു. പ്രഭാഷണം 206. നോമ്പുകാരൻ്റെ വർജനം ദരിദ്രർക്ക് ആശ്വാസമാകട്ടെ. നോമ്പിനെക്കുറിച്ചുള്ള 6ാം പ്രസംഗം എന്ന് മഹാനായ വിശുദ്ധ ലയോ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. ഈ പ്രബോധനവുമായി യോജിച്ച് നമ്മുടെ സഭയുടെ നോമ്പുകാല പ്രാർത്ഥനകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്
ഉപവാസം കാരുണ്യ പ്രവൃത്തികളാൽ അണിയപ്പെടട്ടെ എന്നാണ്. അതുവഴി ഉപവി പ്രവൃത്തികൾ യഥാർത്ഥ അനുതാപത്തിൻ്റെ ദൃശ്യഫലമാണെന്ന് വെളിപ്പെടുത്തുന്നു. അതിനാൽ വലിയ നോമ്പ് വ്യക്തിഗത ആത്മീയതയേക്കാൾ പൊതുവായ ഒരു സഭാ ശിക്ഷണമാണ്. മലങ്കരയിൽ വിശ്വസ്തതയോടെ സ്വീകരിക്കപ്പെട്ട അന്ത്യോക്യൻ പാരമ്പര്യം നോമ്പിനെ സഭയുടെ പൊതു തീർത്ഥാടന യാത്രയായി മനസ്സിലാക്കുന്നു. അപ്പസ്തോലിക പ്രബോധനങ്ങൾ നോമ്പിൻ്റെ സമൂഹാചരണം അനുശാസിക്കുന്നു. ദനഹാ പെരുന്നാളിന് ശേഷം 40 ദിവസത്തെ ഉപവാസം ആചരിക്കുക. നമ്മുടെ ആരാധനക്രമത്തിൽ ബഹുവിധ പ്രാർത്ഥനകളിലൂടെയും മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തിലൂടെയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നത് ഒരു ശരീരമായാണെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഠിനമായ പ്രായശ്ചിത്തത്തിനിടയിലും വലിയ നോമ്പ് കാലം നമ്മെ ഒരിക്കലും യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ നിന്ന് വേർപെടുത്തുന്നില്ല. പെസഹായുടെ സാക്ഷാത്കാരത്തിലാണ് നോമ്പ് അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്. നമുക്ക് അല്പം കഷ്ടപ്പെട്ട് അത്യധികം സന്തോഷിക്കാം എന്ന് നീസായിലെ വിശുദ്ധ ഗ്രിഗറി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ എഫ്രൈം ഇത് കാവ്യാത്മകമായി പ്രകടിപ്പിക്കുന്നു. നോമ്പ് വിത്താണ്, പെസഹ വിളവെടുപ്പാണ്. നോമ്പിനെ കുറിച്ചുള്ള ഗീതങ്ങൾ 1. നമ്മുടെ ആരാധനക്രമത്തിൽ മഹത്തായ പുനരുത്ഥാനത്തിൽ സന്തോഷിക്കുവാൻ നോമ്പ് കാലത്ത് സഭ യോഗ്യയാകാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ പ്രത്യാശ നിറഞ്ഞ ദിശാബോധം പ്രകടമാണ്. വരാനിരിക്കുന്ന പെസഹായുടെ വെളിച്ചത്താൽ ഉപവാസം പ്രകാശിതമാണെന്ന് വെളിപ്പെടുത്തുന്നു. നാം ആചരിക്കുന്ന ഈ ആരാധനക്രമ വർഷത്തിൽ നോമ്പിനും ആരാധനയ്ക്കും ഇടയിലുള്ള അഗാധമായ ഐക്യം കണ്ടെത്താൻ നമ്മെ ക്ഷണിക്കുന്നു. നോമ്പുകാലം വെറുമൊരു ധാർമ്മിക ശിക്ഷണത്തിൻ്റെ കാലഘട്ടമല്ല, മറിച്ച് സഭയെ ക്രമേണ കർത്താവിൻ്റെ പീഡാനുഭവം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ രഹസ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ആരാധനാ തീർത്ഥാടനമാണ്. ഉപവാസം, പ്രാർത്ഥന, അനുതാപം, വിശുദ്ധ കുർബാനയുടെ നിരന്തര ആഘോഷം എന്നിവയിലൂടെ വിശ്വാസികൾ ആന്തരികമായി കുരിശിൻ്റെ വഴി സ്വതന്ത്രമായി സ്വീകരിച്ച ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നു. അതുകൊണ്ട് നോമ്പുകാലം ഒരു സ്വകാര്യ ആത്മീയ ശ്രമമല്ല, മറിച്ച് മുഴുവൻ സഭയുടെയും ആരാധനക്രമ യാത്രയാണ്. ഈ സാഹചര്യത്തിൽ മെത്രാന്റെയും ഇടവക വികാരിയുടെയും നിർണായക അജപാലന പങ്കിനെ അടിവരയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെത്രാനും വൈദികരും നടത്തുന്ന നോമ്പുകാല ആത്മീയതയുടെ യഥാർത്ഥ ആചരണം രൂപതയുടെയും ഇടവകയുടെയും നവീകരണത്തിനുള്ള താക്കോലാണ്. ഇടയൻ പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്തം, ദാനധർമ്മം എന്നിവയിൽ ആഴത്തിൽ ഏർപ്പെടുമ്പോൾ വിശ്വാസികൾ സ്വാഭാവികമായും അവരെ പിന്തുടരാൻ പ്രേരിതരാകുന്നു. വൈദികന്റെ വ്യക്തിപരമായ സാക്ഷ്യം, പ്രത്യേകിച്ച് ജനങ്ങളോടൊപ്പമുള്ള നോമ്പുകാല ആരാധനക്രമ പ്രാർത്ഥനകളിലെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തമായ പ്രാർത്ഥന മുഴുവൻ ഇടവക സമൂഹത്തിൻ്റെയും ആത്മീയ താളത്തെ രൂപപ്പെടുത്തുന്ന ഒരു ജീവനുള്ള മതബോധനമായി മാറുന്നു. നമ്മുടെ കുടുംബങ്ങളെ ഗാർഹിക ദേവാലയങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. കുടുംബങ്ങൾ നോമ്പുകാല ആരാധനക്രമ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. സഭയുമായുള്ള കൂട്ടായ്മയിൽ ഉപവാസം അനുഷ്ഠിക്കട്ടെ. ദരിദ്രർക്കുള്ള ദാനധർമ്മം പ്രാർത്ഥനയിൽ നിന്നും ത്യാഗത്തിൽ നിന്നും സ്വാഭാവികമായി ഒഴുകാൻ അനുവദിക്കട്ടെ. അങ്ങനെ ബലിപീഠത്തിൻ്റെ ചൈതന്യം ദൈനംദിന ജീവിതത്തിൽ നിലനിൽക്കട്ടെ. നമ്മുടെ ഇടവകകളിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ ആഘോഷം നോമ്പാചരണത്തിൻ്റെ കേന്ദ്രമായി നിലനിൽക്കട്ടെ. വചനം ശ്രദ്ധയോടെ കേൾക്കുക, അതിൽ ഭക്തിപൂർവ്വം പങ്കാളികളാകുക.
നോമ്പുകാല പ്രാർത്ഥനകളും ഭക്താഭ്യാസങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റുക എന്നിവ നോമ്പുകാല യാത്രയുടെ ഹൃദയമായി നിലനിൽക്കട്ടെ. ഹാസ ആഴ്ച നോമ്പുകാല ആരാധന യാത്രയുടെ കിരീടവും പൂർത്തീകരണവുമാണ്. നോമ്പുകാലത്തെ ആന്തരികമായുള്ള നമ്മുടെ തയ്യാറെടുപ്പ് ഓശാനയുടെ ആഘോഷത്തിലും പെസഹ വ്യാഴാഴ്ചയുടെ രഹസ്യത്തിലും ദുഃഖവെള്ളിയാഴ്ചയുടെ പീഡാനുഭവത്തിലും ഉയർപ്പിൻ്റെ തിളക്കമാർന്ന പ്രത്യാശയിലും ഹുദാശപരമായി സന്നിഹിതമാകുന്നു. നോമ്പുകാലവും ഹാശ ആഴ്ചയും ഒരൊറ്റ രഹസ്യത്തിൻ്റെ വേർതിരിക്കാനാവാത്ത ചലനങ്ങളാണ്. ഒന്ന് ഹൃദയത്തെ ഒരുക്കുന്നു, മറ്റൊന്ന് അതിൻ്റെ പൂർണ്ണത അനാവരണം ചെയ്യുന്നു. അങ്ങനെ വിശ്വാസികൾ പുതുക്കപ്പെടുകയും ലോകത്തിൽ പെസഹ രഹസ്യത്തിൻ്റെ സാക്ഷികളായി അയക്കപ്പെടുകയും ചെയ്യുന്നു. അവസാനമായി ഈ ആരാധനക്രമ വർഷത്തിൽ നമ്മുടെ നോമ്പുകാല യാത്ര കാരുണ്യ പ്രവൃത്തികളിൽ മൂർത്തമായ ആവിഷ്കാരം കണ്ടെത്തണം. കാരിത്താസ് ഇന്ത്യയുടെ ആഹ്വാനപ്രകാരം ദരിദ്രർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള ലണ്ടൻ ആക്ഷനിൽ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കാൻ എല്ലാ ഇടവകളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഞാൻ ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പരിശ്രമം പ്രതീക്ഷിച്ച ഫലം നൽകിയില്ലെന്ന് നമ്മൾ താഴ്മയോടെ സമ്മതിക്കുന്നു. ഈ വർഷം ഊർജിതമായ പ്രതിബദ്ധതയിലേക്കും ഉത്തരവാദിത്വത്തിലേക്കും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉപവാസം ഐക്യദാർഢ്യമായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥന കാരുണ്യമായി മാറട്ടെ. നമ്മുടെ ആരാധന പങ്കാളിത്തം ഉദാരമായ പ്രവർത്തികളായി മാറട്ടെ. അങ്ങനെ ഒരു സഭ എന്ന നിലയിൽ സകലർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം ദൃശ്യമാക്കുന്നതിൽ നമുക്ക് യഥാർത്ഥത്തിൽ വിജയിക്കാം. ഈ പുണ്യകാലം നമ്മുടെ ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും ഇടവകകളെയും നവീകരിക്കട്ടെ. ഈ പുണ്യകർമ്മങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തട്ടെ, നമ്മുടെ ഐക്യത്തെ ശക്തിപ്പെടുത്തട്ടെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കട്ടെ. കുരിശിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ പ്രാർത്ഥനകളും അജപാലന വാത്സല്യവും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ആശംസിച്ചുകൊണ്ട് കർത്താവിൽ നിങ്ങളുടെ വിനീത ശുശ്രൂഷി തോമസ് മാർ അന്തോണിയോസ് OIC, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് ഭദ്രാസന മെത്രാപ്പൊലീത്ത. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.